എല്ലാവർക്കും ലേൺ വിത്ത് ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നൊരു ബുക്കാണ്. ഇത് നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ റീലായിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടിട്ടാണ് ഞാനും മേടിച്ചത്. ഈ പറയുന്ന ഹൈപ്പ് പറയുന്ന പോലെ തന്നെ നല്ലൊരു ബുക്കാണ്. അതായത് നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന, നമ്മൾ ഡെയിലി ലൈഫിൽ ലാംഗ്വേജ് സംസാരിക്കുന്നില്ലേ, അതുപോലത്തെ സിമ്പിൾ ലാംഗ്വേജസിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും പരിചയപ്പെട്ടവരായിരിക്കും. ഇത് വായിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അയ്യോ, ഇത് എൻ്റെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും. ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ബുക്ക്. റീഡേഴ്സിന് മാത്രമല്ല കേട്ടോ, ഒരു റീഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല എനിക്കിത് വായിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റീഡേഴ്സിന് പോലും വായിക്കാൻ പറ്റുന്ന, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, നമുക്കറിയാം എത്ര പേര് നമ്മൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ലൈഫിൽ ജീവിച്ച് പോകേണ്ട സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പേര് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മളെ തന്നെ സ്നേഹിക്കണം. എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് കൂടി മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ലൈഫിലൊരു സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് നമ്മുടെ കൂടെ ഇല്ലാതാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒറ്റപ്പെടൽ, അതിൽ നമുക്ക് എങ്ങനെ റിക്കവർ ആവാം, ഇതൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്തെ അതിഥി എന്ന് പറഞ്ഞ പെൺകുട്ടി അനുഭവിക്കുന്ന സങ്കടങ്ങളും അല്ലെങ്കിൽ സ്ട്രഗിൾസും സന്തോഷവും ഒക്കെ നമുക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കും ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് നിംന വിജയ്. ഈ ബുക്കിൻ്റെ ആമുഖം പറയുന്നത്, നമ്മൾ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ അത് ഒറ്റയ്ക്ക് കടന്നു പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ആമുഖത്തിൽ ഒരു ക്വസ്റ്റ്യൻ നിംന വിജയ് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ഇഷ്ടമുള്ള 2 പേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ സ്വന്തം പേര് പറയുന്ന എത്ര പേരുണ്ടാകും? ശരിയല്ലേ? നമ്മളോട് ഇഷ്ടമുള്ള 2 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളെപ്പറ്റി ചിന്തിക്കില്ല. നമ്മൾ ആരുടെയൊക്കെ പേര് നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഫേവറേറ്റ് പേഴ്സൺസിന് പറയും. സ്വന്തമായിട്ട് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ആമുഖം. വായിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ ചിന്തിക്കും, ശരിയാണല്ലോ, നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ, നമ്മൾ നമ്മുടെ പേര് പറയാറില്ലല്ലോ. അതുപോലെ തന്നെ ചാൾസ് ബുക്കോസ്കിയുടെ ഒരു ഫേമസ് ആയിട്ടൊരു കോട്ടോടുകൂടിയാണ് ഈ ബുക്ക് തുടങ്ങുന്നത്. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്. ഈ ബുക്കിൻ്റെ തുടക്കം തന്നെ ഒരു ആത്മഹത്യാക്കുറിപ്പാണ്. അതിഥി എന്നൊരു പെൺകുട്ടി ലൈഫിൽ ജീവിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും പിന്നീട് അവൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, നമ്മുടെ ലൈഫിൽ പെർമനൻ്റ് ആണെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും പെർമനൻ്റ് അല്ല, നമ്മളൊരു ലൈഫിൽ ഒറ്റയ്ക്കാകും, അങ്ങനെ നമ്മൾ എങ്ങനെ അതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് വരാം എന്നൊക്കെ പറയുന്ന ഒരു ബുക്കാണ്. അതിഥി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ നമുക്ക് പലർക്കും പരിചയമുള്ളൊരു പെൺകുട്ടിയായിരിക്കും. അതിനകത്ത് സ്വപ്നത്തിൽ അവൾ എന്നും സ്വപ്നം കാണും, അവളെ എന്നും സ്നേഹിക്കാനും ടേക്ക് കെയർ ചെയ്യാനും അവളുടെ കൂടെ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഒരാൾ വരുന്നതായിട്ടൊക്കെ അവൾ സ്വപ്നം കാണും. ഈ സ്വപ്നത്തിലെ ആൾ ശരിക്കും ജീവിതത്തിൽ വന്നാലോ? അങ്ങനെ ഒരാൾ അവളുടെ ജീവിതത്തിൽ വരുന്നു. അവൾ അവനോടൊപ്പം സന്തോഷമായ നിമിഷങ്ങളും സങ്കടമായ നിമിഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അവർ നന്നായിട്ട് ജീവിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ആൾ ഇല്ലാതായാലോ? പ്രത്യേകിച്ച് അതിഥിയെപ്പോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസമുള്ളൊരു പെൺകുട്ടി, അവൾക്കത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ അവൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നു. അങ്ങനെ അവളുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളും, പിന്നെ നമ്മളെയാണ് നമ്മൾ ആദ്യം സ്നേഹിക്കാൻ. അതിഥി എന്ന് പറയുന്നൊരു പെൺകുട്ടി അവളെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അവളുടെ ആഗ്രഹങ്ങളോ അവളുടെ സ്വപ്നങ്ങളെ പറ്റി ഒന്നും അവൾ ചിന്തിച്ചിട്ടില്ല. പിന്നീടാണ് അവൾ തിരിച്ചറിയുന്നത്, നമ്മളെ വേണം നമ്മൾ ആദ്യം സ്നേഹിക്കാൻ, നമുക്ക് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. ഈ ബുക്കിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാവും, സെൽഫ് ലവ് ആണ് ഇമ്പോർട്ടൻറ്റ്, നമ്മളെ വേണം നമ്മൾ ആദ്യം സ്നേഹിക്കാൻ. സെൽഫിഷ് ആവണമെന്നല്ല, സെൽഫ് ലവ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിക്കുക. ഒരാളെ ഡിപ്പെൻഡ് ചെയ്താകാൻ പാടില്ല നമ്മുടെ ജീവിതം. അങ്ങനെയൊക്കെ പറയുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബുക്കാണ്. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്, DC ബുക്സിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓഫറിലൊക്കെ പലപ്പോഴും കിട്ടും. വായിക്കാൻ ഇഷ്ടമുള്ള ബുക്കുകൾ തിരഞ്ഞെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റുന്നൊരു ബുക്കായിരിക്കും. ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ബുക്സിൻ്റെ റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിലൂടെ കാണാം.